രാഹുൽ മാങ്കൂട്ടത്തിൽ തലവേദന കോൺഗ്രസിനെ വിട്ടുമാറുന്നില്ല. നിയമസഭാ സമ്മേളനത്തിൽ മാങ്കൂട്ടത്തിൽ വന്നതോടെ കോൺഗ്രസ് വീണ്ടും മറുപടി നൽകേണ്ട ഗതികേടിലായി. വെറുതെ വന്നു പോയതല്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനൊപ്പം നിയമസഭയിൽ എത്തിയതോടെ പാർട്ടി വെട്ടിലായി. വി.ഡി. സതീശനെ വെല്ലുവിളിച്ചുള്ള വരവ്. മാങ്കൂട്ടത്തിലിനെ രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാടിൽ കോൺഗ്രസിലെ സൈബർ പോരാളികൾ വൻ അബദ്ധത്തിലും ചെന്നുപെട്ടു. CPM-ലെ KJ ഷൈൻ ടീച്ചറെ ചേർത്ത് നടത്തിയ അപവാദ പ്രചാരണം ഏറ്റെടുത്തത് കോൺഗ്രസിന് വിനയായി. മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന അഭ്യൂഹത്തിനിടെ നിയമസഭാ സമ്മേളനം തുടങ്ങി ആദ്യ ദിവസം വന്നത് പ്രതിപക്ഷ നേതാവിന് ബുദ്ധിമുട്ടായി. കോൺഗ്രസിലെ രാഹുൽ ഫാൻസുകാരും അവർക്ക് വിധേയരായി പോയ ചില മുതിർന്ന നേതാക്കളും രാഹുൽ നിയമസഭയിൽ വരട്ടെ എന്ന നിലപാടിൽ ആയിരുന്നെങ്കിലും സതീശൻ ഉറച്ച നിലപാടിലായിരുന്നു. ഉത്തമ ബോധ്യത്തോടെയാണ് മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തതെന്ന് സതീശൻ ആവർത്തിച്ചത് നിയമസഭയിൽ വരാൻ രാഹുൽ തയ്യാറാകരുത് എന്ന മുന്നറിയിപ്പുമായിരുന്നു. 3 ദിവസം തുടർച്ചയായി സതീശൻ ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. എന്നാൽ രാഹുലിനെ വെള്ളപൂശിയെടുക്കാൻ സതീശനെയും തള്ളിപ്പറയുന്ന കോൺഗ്രസിലെ സൈബർ വെട്ടുകിളികൾ ചെവികൊണ്ടില്ല. ഓണക്കാലം മുതൽ തുടങ്ങിയ മാങ്കൂട്ടത്തിൽ ക്യാമ്പയിൻ സതീശനെയും ഉന്നം വെച്ചായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കുള്ളിൽ കടന്നത് വെല്ലുവിളിക്കുന്നതിന് തുല്യമായി. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. പ്രത്യേക കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റ് പാർട്ടിയിലെ അംഗമല്ല. അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് എന്ത് അഭിപ്രായം പറയാനുള്ളത്? പാർട്ടിയുടെ ഒരു MLA ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറുപടി പറയാൻ എങ്ങനെ മറുപടി പറയാൻ കഴിയും? അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ചട്ടക്കൂടിലല്ല അദ്ദേഹം. പാർട്ടി ഇന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കും. അത് ആ തീരുമാനം നിലനിൽക്കുന്നു. ആ നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്വം. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിയമപരമായി ചോദ്യം ചെയ്യും. മറുപടി പറയാനാവാതെ നേതാക്കൾ ബുദ്ധിമുട്ടി. സതീശൻ മിണ്ടിയില്ല. ഭരണപക്ഷത്ത് സമാന ആരോപണം നേരിടുന്നവർ ഉണ്ടെന്ന പതിവ് ഒഴുക്കൻ മറുപടിയുമായി ചില നേതാക്കൾ. എന്തായാലും ആദ്യ ദിവസം SFI തടഞ്ഞപ്പോൾ കാറിലിരുന്ന് ധീരത കാട്ടിയെങ്കിലും പിന്നീട് നിയമസഭയിലേക്ക് രാഹുൽ വന്നില്ല. കോൺഗ്രസിന് താൽക്കാലിക ആശ്വാസം. മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാനുള്ള 18 അടവും പയറ്റുന്ന ഫാൻസുകാർ കിട്ടിയ അവസരം മുതലാക്കുന്നതാണ് വൈപ്പിൻ MLA-യെയും ഷൈൻ ടീച്ചറെയും ചേർത്തുള്ള അപവാദ പ്രചാരണം. മാങ്കൂട്ടത്തിനെതിരെ വാളെടുത്ത CPM-ന് സ്വന്തം പാളയത്തിൽ അവിഹിതമുണ്ടായിട്ട് മിണ്ടാട്ടമില്ലെന്ന് കാട്ടാനുള്ള വ്യഗ്രത പക്ഷെ തിരിച്ചടിച്ചു. MLA-യും ഷൈൻ ടീച്ചറും പരസ്യമായി പ്രതികരിച്ചതോടെ മാങ്കൂട്ടത്തിൽ ടീം മാളത്തിലൊളിച്ചു. എന്നോട് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ടീച്ചർക്കെതിരെ ബോംബ് എന്നാണ്. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആളെ തിരിച്ചറിഞ്ഞില്ലേ? എനിക്കെതിരെ ബോംബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ബോംബ് പൊട്ടും എന്നുള്ളൊരു ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ അത് ഇങ്ങനെ ഈ അടുത്തുള്ളവരെ അടുത്തറിയുന്നവരെ ഒക്കെ തന്നെ നമ്മളങ്ങനെ രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും വ്യക്തികൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി അത് ആലോചിച്ചു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. എനിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും DGP-ക്കും വൈപ്പിൻ പ്രദേശം ഉൾപ്പെടുന്ന മുനമ്പം DYSP-ക്കും ആലുവ SP-ക്കും പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊഴിയെടുക്കാൻ ഇന്നിവിടെ മുനമ്പം DYSP മുമ്പാകെ ഞാൻ എത്തിയിരിക്കുകയാണ്.
തീർച്ചയായും എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അപവാദ പ്രചരണത്തിന്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. CPM വനിതാ നേതാവ് KJ ഷൈൻ, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചേർത്ത് അപവാദ കഥ മെനഞ്ഞത് ആരാണെന്ന തർക്കം തുടരുമ്പോഴും ഇതിൽ നഷ്ടം നേരിട്ടത് കോൺഗ്രസുകാർക്കാണ്. CPMൽ നിന്ന് തന്നെയാണ് നേതാക്കൾക്കെതിരെ ഇല്ലാ കഥ പരത്തിയത് എന്ന് കോൺഗ്രസ് പറഞ്ഞൊഴിഞ്ഞെങ്കിലും വിശ്വാസയോഗ്യമായിട്ടില്ല. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ മാങ്കൂട്ടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പകരം എന്ന രീതിയിലാണ് അപവാദ കഥ ഏറ്റെടുത്തത്. ജിൻഡോ ജോണിനെ പോലെയുള്ള നേതാക്കൾ വൈപ്പിനിൽ CPM ഇനി ഷൈൻ ചെയ്യില്ല എന്ന പോലെ ദ്വയാർത്ഥവുമായി വെറുപ്പിച്ചു. ഷൈൻ ടീച്ചറും MLAയും പരസ്യമായി രംഗത്തെത്തിയതോടെ പല കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും പോസ്റ്റുകൾ അപ്രത്യക്ഷമായി. പരാതി കൊടുക്കാൻ പോലും ഷൈൻ ടീച്ചർ തയ്യാറായതോടെ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയവർക്ക് ഇരട്ടി പ്രഹരം. മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം എന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യം: KJ ഷൈൻ ചെയ്തതുപോലെ ആരോപണം പരസ്യമായി നിഷേധിക്കാനും കേസ് കൊടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവുമോ? CPM സൂക്ഷിക്കുക, വരാൻ പോകുന്ന വെളിപ്പെടുത്തൽ താങ്ങില്ല എന്ന് VD സതീശൻ വെല്ലുവിളിച്ചിട്ട് ആഴ്ചകളായി ഒന്നും സംഭവിച്ചില്ല. ഷൈൻ ടീച്ചർക്കെതിരെ വന്നത് സതീശൻ ബോംബാണോ? അതിനും സതീശന് മറുപടി പറയേണ്ടി വന്നു. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടാ? ഞാനാണ് കേസിൽ പ്രതി. അവരെല്ലാം കരുതി വെച്ച ബോംബ് ഇമാതിരി ബോംബാണെന്നുള്ള ജീർണമായ സാഹചര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. പക്ഷേ പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ലാ കഥകൾ പറഞ്ഞ് പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നത് അത് ഏത് പാർട്ടിയാണെങ്കിലും നിർത്തണം. KJ ഷൈനെ അത്രമാത്രം അവഹേളിക്കുകയായിരുന്നു കോൺഗ്രസ് സൈബർ പോരാളികൾ. മാങ്കൂട്ടത്തിലിനെയും ഷൈൻ ടീച്ചറെയും താരതമ്യപ്പെടുത്താനുള്ള ശ്രമവും പൊളിഞ്ഞടുങ്ങി. മാങ്കൂട്ടത്തിലിന് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അവസരമുണ്ട്. അത് ചെയ്യാതെ ഫാൻ ബോയികളെ ഇറക്കി സ്വയം അപഹാസ്യനാകരുത്.